Last day we have ended our session with the measures to conserve minerals. Before that we have studied what is mineral resource and what is its use and what is the exploitation of minerals and also the measures to conserve minerals. And these 5 points were discussed in detail in that lecture. Now we can move into what is the effect of this mineral extraction. നമ്മൾ ഇത്രത്തോളം മിനറൽ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി ഒരു എൻവയോൺമെൻറ്റിൽ ഒരു എഫക്റ്റ് ഉണ്ടാവും. വാട്ട് ആർ ദേ? ദാറ്റ് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ടുഡേസ് സെഷൻ. ഫസ്റ്റ് വൺ, എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ ഇസ് എ നോർമൽ കോസ്. ഹൗ ഇറ്റ് ഇസ് കോസ്ഡ്? നമ്മൾ നോർമലി ചെയ്യുക മൈൻ ചെയ്തിട്ടായിരിക്കും നമ്മളുടെ ഒരു മിനറലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ ഇറ്റ് വിൽ യൂസ് മെനി ടെക്നിക്സ് ലൈക്ക് ഡ്രില്ലിംഗ്, ബ്ലാസ്റ്റിംഗ്, മൈൻ ഹോളേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലേറ്റർ ട്രാൻസ്പോർട്ടേഷൻ ബൈ റോഡ്. ഈ എല്ലാ കേസുകളിലും എന്താ സംഭവിക്കുക? ഈ മിനറൽസിൻ്റെ ഡെപ്പോസിറ്റുകൾ എയറിൽ പ്രസൻ്റ് ആയിരിക്കും ആൻഡ് ഇറ്റ് വിൽ ലീഡ് ടു എയർ പൊല്യൂഷൻ ആൻഡ് ഓൾസോ ദ ഡസ്റ്റ് വിൽ ഓൾസോ ബി ഫോംഡ്. And second one is water pollution. What is water pollution? Water pollution when atomic elements and other harmful elements are present in the ore or mineral mine effluents. സംടൈംസ് നമുക്ക് വേണ്ട എലമെൻറ്റിന് എക്സ്ട്രാ ആയിട്ട് വേറെ കുറേ എലമെൻറ്റ്സ് തന്നെ കാണും. എക്സാമ്പിൾ, മെർക്കുറി നമ്മൾ ചിലപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചതായിരിക്കില്ല. ബട്ട് വി വർ ബൗണ്ട് ടു എക്സ്ട്രാക്ട് ഗോൾഡ് ഫ്രം ദ earth crust. But in that case, some mercury elements also were present. In that cases, we won't consider that mercury. We just want the gold. അപ്പോൾ നമ്മളുടെ ആ മെർക്കുറി എലമെൻ്റ് എന്നുള്ളത് ആവശ്യമില്ലാത്തതാവും. സോ ഇറ്റ് വിൽ സംടൈംസ് ഗെറ്റ് ഇൻവോൾവ് ഇൻ വാട്ടർ ബോഡീസ്. അപ്പോൾ അതിലേക്കായിരിക്കാം, വാട്ടർ ബോഡീസിലേക്കായിരിക്കാം ഇത് ഡിസ്ചാർജ് ആയി പോകുന്നത്. ഇറ്റ് വിൽ കോസ് മെനി ഡിസീസസ്. മിനമാറ്റ ഡിസീസ് എന്നൊരു ഡിസീസ് കേട്ടിട്ടുണ്ടോ? ഇറ്റ് ഈസ് എ കോസ് ഓഫ് മെർക്കുറി പോയ്സണിങ്. കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് മിനമാറ്റ ഡിസീസ്. അത് ഈ മെർക്കുറി കാരണം ഉണ്ടാകുന്നത്. ഈ മെർക്കുറി വാട്ടറിൽ സോലുബിളായിട്ട് പലയിടത്ത് വാട്ടറിൽ സോലുബിളായ ഇറ്റ് മീൻസ് ഇറ്റ് വിൽ ഗെറ്റ് ഡിസിപ്പേറ്റഡ് ഓൺ ഓൾ ഓവർ ദ വേൾഡ്. ഒരു വാട്ടർ ബോഡിയിൽ കയറി അത് ആരിലൂടെയൊക്കെ എവിടേക്ക് എത്തുന്നൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഇൻ ദാറ്റ് കേസ് ഡിസീസസ് വിൽ ബി കോസ്, ദാറ്റ് ഈസ് വാട്ടർ പൊല്യൂഷൻ. Third one, modifying water regimes such as surface flow, underground water availability and lower down of water table. ഇങ്ങനെ നമ്മൾ വലിയ കുഴിയെടുത്ത് മിനറൽ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ വാട്ടർ ബോഡീസ് എല്ലാം ഈ ഭൂമിയുടെ അടിയിൽ തന്നെയാണ്. അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യും. ചിലപ്പം നമ്മൾ വാട്ടറുള്ള ഏരിയയിലായിരിക്കാം ഉണ്ടാക്കുന്നത് ഈ കുഴിയെടുക്കുന്നത്. ഇറ്റ് വിൽ ലീഡ് ടു ദ ലോവറിങ് ഓഫ് വാട്ടർ ടേബിൾ ആൻഡ് ഓൾസോ ദ അവൈലബിലിറ്റി ഓഫ് ഗ്രൗണ്ട് വാട്ടർ. And the fourth one, soil erosion, soil modification with dust and salt. നോർമലി എയർ പൊല്യൂഷനിൽ പറഞ്ഞില്ലേ, സോയിൽ നമ്മൾ ഡ്രിൽ ചെയ്യുന്ന ടൈമിൽ സംടൈംസ് ദ ഡസ്റ്റ് വിൽ ബി മൂവ്. അങ്ങനെ ഉള്ള ഡസ്റ്റും വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം ഈ സോയിലിലേക്ക് ഗെറ്റ് മിക്സ്ഡ്. നമ്മുടെ ടോപ്പ് സോയിലാണ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ബാക്കി എന്ത് പർപ്പസിന് യൂസ് ചെയ്യുക, അതിലേക്ക് ഈ വേസ്റ്റ് എല്ലാം കൂടി ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് വിൽ ജസ്റ്റ് modify the soil and make it unsuitable for cultivation or any other purpose. That is one of the other effects. And fifth one, noise and vibration problem in the mine and adjoining habitat including wildlife. നോർമലി മൈനിങ് നമ്മൾ ഈ ക്വാറിയിലൊക്കെ ശ്രദ്ധിച്ചാലറിയാം, ക്വാറികളുടെ അടുത്ത് താമസിക്കുന്ന ആൾക്കാർക്കെന്ന് വെച്ചാൽ വളരെ ആ സൗണ്ടിന് അവർ അഡാപ്റ്റബിൾ ആവും. ബട്ട് നമ്മൾ ഇപ്പോൾ അങ്ങനെ ഒരു ഏരിയയിലുള്ളവരല്ലെങ്കിൽ ആ ഏരിയയിൽ ചെന്ന് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. എന്തൊരു സൗണ്ടാണ്. ഇപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൽ, നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൽ തന്നെ ഒരു പണി നടക്കുക, മുകളിലത്തെ ബിൽഡിങ്ങിൽ ഒരു പണി നടക്കുകയാണെങ്കിൽ നമുക്ക് ഇറ്റ് വിൽ ക്രിയേറ്റ് മച്ച് നോയ്സ് ആൻഡ് വെരി ഡിസ്റ്റർബൻസ്. അത് പ്രൊലോങ്ഡ് ആയിട്ടാവുമ്പോൾ ഇറ്റ് വിൽ ലീഡ് ടു സം ഹിയറിംഗ് പ്രോബ്ലംസ് ഇൻ ദ പീപ്പിൾ. ആൾക്കാർക്ക് കേൾവിശക്തി കുറയാൻ തുടങ്ങും. നമ്മൾ അത്രയും ഒച്ചയിൽ സംസാരിച്ച് തുടങ്ങും, അങ്ങനെ കേൾവിശക്തി കുറയും. ആൻഡ് ഇറ്റ് വിൽ ഓൾസോ എഫക്ട് സം ഓഫ് ദ വൈൽഡ് ആനിമൽ. ചില ആനിമൽസ് ഇപ്പോൾ വൈൽഡ് ലൈഫിൻ്റെ ഏരിയയിലാണ് നമ്മൾ മൈനിങ് ചെയ്യുന്നത്. മെയിൻലി സംടൈംസ് ഒരു ഫോറസ്റ്റിലൊക്കെ നമ്മൾ ചിലപ്പോൾ മൈനിങ് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സ്ഥലത്ത് ഫോറസ്റ്റിലെ ഹാബിറ്റാറ്റിനെ മൊത്തവും ഈ മൈനിങ് കാരണം എഫക്റ്റ് ആവും. അവരും ഇതേ കണ്ടിന്യൂസ് സൗണ്ട് കേട്ടിരിക്കുകയായിരുന്നു. സോ ഇറ്റ് വിൽ ലീഡ് ടു എൻഡേഞ്ചർ ഓഫ് സം ഓഫ് ദ സ്പീഷീസ് ടു. That is discussing noise and vibration problem in the mine. Next one, alteration of the landform. നേരത്തെ ഡിസ്കസ് ചെയ്ത സോയിലിൻ്റെ മോഡിഫിക്കേഷൻ ഉണ്ടാകുന്ന പോലെ ആ ലാൻഡ് തന്നെ ഒരു മോഡിഫൈഡ് ആവും. നമ്മൾ കുഴിച്ചെടുക്കുന്നു. ആദ്യം നമ്മൾ കുഴിച്ചെടുക്കാൻ വേണ്ടി ആ ലാൻഡ് ക്ലിയർ ചെയ്യും. ഇപ്പോൾ നമ്മളൊരു ഫോറസ്റ്റിൽ ഇങ്ങനെ ഒരു മിനറൽ റിസർവ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സോ ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞ് ആ ഏരിയ മൈൻ ചെയ്യാൻ സ്യൂട്ടബിൾ ആക്കി വെക്കും. എന്നിട്ട് നമ്മൾ എക്യുപ്മെൻറ്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ട് കുഴിക്കാൻ തുടങ്ങും. അങ്ങനെ കുറേ കുഴിച്ച്
മിനറൽ കണ്ടുപിടിക്കുന്നു, വി ആർ ലീവിങ് ദാറ്റ് ലാൻഡ്. പിന്നെ ലാൻഡിനെ തിരിച്ച് പഴയ പോലെ ഫോറസ്റ്റ് ഉള്ളതൊന്നും ആക്കുന്നില്ല. ഇൻ ദാറ്റ് കേസ് ആ ലാൻഡ് ഫോമിൽ നശിക്കപ്പെടുകയാണ്. അതൊരു ഫോറസ്റ്റ് ആയിരുന്നു, ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ലേറ്റർ എ ബാരൻ ലാൻഡ്. ഒന്നുമില്ലാത്ത, ഒരു കൾട്ടിവേഷനും ഇല്ലാത്ത, ഒരു ചെടികൾ പോലും ഇല്ലാത്ത ഒരു ലാൻഡായി മാറുന്നു. ദാറ്റ് ഈസ് ഓൾട്രേഷൻ ഓഫ് ദി ലാൻഡ് ഫോം. നെക്സ്റ്റ് വൺ, ഡിഫോറസ്റ്റേഷൻ അഫക്റ്റിംഗ് ഫ്ലോറ ആൻഡ് ഫോണ. നേരത്തെ ഡിസ്കസ് ചെയ്തു, ഡിഫോറസ്റ്റേഷൻ ഉണ്ടാകുന്നു, ആൻഡ് ഇറ്റ് വിൽ ലീഡ് ടു വോട്ട്. ഡിഫോറസ്റ്റേഷൻ എന്ന് വെച്ചാൽ മരങ്ങൾ പോകുന്നു, മരങ്ങളിലുള്ള ജീവികളും അതേപോലെ പക്ഷികളും അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എല്ലാം നശിക്കുന്നു. ദാറ്റ് ഈസ് it affects the flora and fauna. Flora means plants and fauna means animals. I hope you all knew that too. നെക്സ്റ്റ് വൺ, സ്പോയിലിംഗ് എസ്തെറ്റിക് വിത്ത് അൺട്രീറ്റഡ് വേസ്റ്റ്. നോർമലി നമ്മളിങ്ങനെ മൈൻ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, കുറേയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന മെറ്റൽ ആയിരിക്കില്ല ചിലപ്പോൾ കുറേ കൂടുതൽ കിട്ടുന്നത്. നമ്മൾ ഗോൾഡിന് വേണ്ടി ചെയ്യുന്നു, സംടൈംസ് വി വിൽ ബി ഗെറ്റിംഗ് മെർക്കുറി ഓർ സിൽവർ ഓർ കോപ്പർ ഇൻസ്റ്റെഡ്. പെട്രോളിയത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടുന്നത് അതായിരിക്കില്ല. അങ്ങനെ വരുമ്പോൾ കുറേ വേസ്റ്റ് ഡെപ്പോസിറ്റ് വരുന്നു. ഈ കുഴിച്ചെടുക്കുന്ന മണ്ണൊക്കെ, അതിനൊക്കെ മിനറൽസ് ഉണ്ടെങ്കിൽ അതെല്ലാം വേസ്റ്റായി വരുന്നു. സോ വി വിൽ ഡംപ് ഇറ്റ് സംവെയർ. ആ ഏരിയയിൽ എവിടെയെങ്കിലും കൊണ്ടുകൊണ്ട് തള്ളിയിടും, അല്ലാതെ അത് തിരിച്ച് മണ്ണിനടിയിലൊക്കെ ആക്കി കുഴിച്ചൊന്നും ഇടാൻ പോകുന്നില്ല. സോ വിൽ ബി കീപ്പിംഗ് ദാറ്റ് ആസ് ഹീപ്പ്. അങ്ങനെ ഹീപ്പ് ആയിട്ട് ഓരോ സ്ഥലങ്ങളിൽ കിടക്കുമ്പോൾ ഇറ്റ് ഈസ് ഡിസ്ട്രോയിങ് ദ എസ്തെറ്റിക് ബ്യൂട്ടി ഓഫ് ദ നേച്ചർ. ഒരു ഫോറസ്റ്റ് ഏരിയ ആയിരിക്കാം നമ്മൾ അങ്ങനെ ആക്കിയത്. ഒരു ഫോറസ്റ്റ് എന്ത് ഭംഗിയാണ് കാണാൻ. ആൻഡ് ലേറ്റർ എല്ലാ ഈ ഓപ്പറേഷൻസ് കഴിയുമ്പോൾ ആ ലാൻഡിൽ കുറേ കുറേ ഹീപ്സും കുറേ വേസ്റ്റും കിടക്കുന്നു. സോ ഇറ്റ് ജസ്റ്റ് റെഡ്യൂസസ് ദ എസ്തെറ്റിക് ബ്യൂട്ടി ഓഫ് nature. ഇതാണ് 8 points. So I hope that all have understood this. So moving to the next slide, these are the environmental effects of മിനറൽ എക്സ്ട്രാക്ഷൻ. ഏത് കോഴ്സസ് ആണെങ്കിലും, ഇപ്പം ഫോറസ്റ്റിൻ്റെ ഡിഫോറസ്റ്റേഷൻ ആവുന്നത്, മൈനിങ്, ഡാം കൺസ്ട്രക്ഷൻ, സിമിലർലി മിനറൽ എക്സ്ട്രാക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം എൻവയോൺമെൻറ്റൽ എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവരും നന്നായി പഠിച്ചിരിക്കുന്നതാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് അതുകൊണ്ട് എഫക്റ്റ് ഉള്ളത്, നമ്മൾ എന്തിനാണ് ഇത് പഠിക്കുന്നത്, അതിൻ്റെ ദോഷഫലങ്ങൾ അറിയാൻ. സോ എവറിബഡി ഷുഡ് ബി അവെയർ ഓഫ് വാട്ട് ആർ ദ എൻവയോൺമെൻറ്റൽ എഫക്ട്സ് ഓഫ് ദീസ് ഓൾ ഓപ്പറേഷൻസ്. ദീസ് ഓൾ കാറ്റസ്ട്രോഫിക് ഓപ്പറേഷൻ. നമ്മളായി മനുഷ്യർ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ് ആണല്ലോ, ഡിഫോറസ്റ്റേഷൻ, മിനറൽ എക്സ്ട്രാക്ഷൻ, മൈനിങ്, എവറിത്തിങ്. അങ്ങനെയുള്ളതിനെയാണ് കാറ്റസ്ട്രോഫിക് എന്ന് പറയുന്നത്. അത് കാരണം ഉണ്ടാകുന്ന എൻവയോൺമെൻറ്റൽ എഫക്ട്സ് എല്ലാവരും മനസ്സിലാക്കണം. It will be an important question in the examination too. Moving to the next slide, deletion. It is one of the important terms in mineral extraction. ഈ ടേം എല്ലാവരും ശ്രദ്ധിക്കുക. What is deletion? Closing or abandoning of mines or deserting and left to fall into damage. നമ്മൾ മൈൻസിനെ അങ്ങോട്ട് വിട്ടേക്ക്, അതിനെപ്പറ്റി പിന്നെ ശ്രദ്ധിക്കുന്നേ ഇല്ല, അബാൻഡൻ ചെയ്ത് വിടുന്നു, ഡെസേർട്ട് ചെയ്യുന്നു. സോ ലേറ്റർ ഇറ്റ് വിൽ ലീഡ് ടു ഡാമേജ്. അത് നശിച്ചു പോകുന്നു. Or it can also be told as uncontrolled mineral exploitation and processing without considering future. നമ്മളെപ്പോഴും ഒരു കാര്യം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്, മിനറൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന, ഒരു ഫോറസ്റ്റ് ഡീഫോറസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ. ഇപ്പോഴുള്ള എല്ലാ ഫോറസ്റ്റും വെട്ടിക്കഴിഞ്ഞാൽ ഭാവി ഒരു തലമുറ ഉണ്ടാകുമ്പോൾ അവർക്ക് ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അതേപോലെ അവർക്കും ഫോറസ്റ്റ് പ്രൊഡക്ട്സിൻ്റെ ആവശ്യം ഉണ്ടാവും, ടിമ്പറിൻ്റെയൊക്കെ. അതൊന്നും ഉണ്ടാവാതിരിക്കുക. അങ്ങനെ ഒന്നും ചിന്തിക്കാതെ നമ്മൾ ഒരു മിനറൽ എക്സ്ട്രാക്ട് ചെയ്യാന്ന് ഫുൾ ഗോൾഡ് അങ്ങ് എടുത്തേക്കുക, അല്ലെങ്കിൽ ഫുൾ പെട്രോളിയം പ്രൊഡക്റ്റ് അങ്ങ് എടുക്കുക. അപ്പോൾ ഭാവിയിൽ എങ്ങനെ വണ്ടി ഓടിക്കാനൊക്കെ പെട്രോൾ ആൻഡ് അതർ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന പെട്രോളിയം ഫുള്ളി ഓവർ എക്സ്പ്ലോയിറ്റഡ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഭാവി തലമുറയ്ക്ക് അതിൻ്റെ സൂസ് കിട്ടില്ല. സോ ദേ മേ ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ സം അതർ മെറ്റീരിയൽസ്. വേറെന്തെങ്കിലും മിനറലോ വേറെന്തെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അവർ കണ്ടുപിടിക്കേണ്ടി വരും. സോ വി ഷുഡ് ഓൾവേസ് കൺസിഡർ സംതിങ് ഫോർ അവർ ഫ്യൂച്ചർ. ഒരു സസ്റ്റൈനബിൾ ആയിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതല്ലാതെ അൺകൺട്രോൾഡ് ആയിട്ട് നമ്മൾ മൈനിങ് ചെയ്യുന്നതിനെയാണ് ഡീലറിഷൻ എന്ന് പറയുന്നത്. It arises because mining operations are unwilling to spend money. ഓക്കെ, മണിയാണത്. നമ്മൾ പൈസ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒറ്റയടിക്ക് ഇത് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ കോസ് ഓഫ് ഡീലറിഷൻ. ആൻഡ് നൗ വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് ഡീലറിഷൻ? ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്തൊക്കെ ഉണ്ടാവും? ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു, നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഒന്നും ബാക്കി വയ്ക്കില്ല. സെക്കൻഡ് വൺസ്, വേസ്റ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ ലാൻഡ്. ഒരു ഇൻഡസ്ട്രിയൽ ലാൻഡോ അഗ്രികൾച്ചർ ലാൻഡോ ആയിരിക്കും നമ്മൾ ഈ മൈനിങ് ഓപ്പറേഷൻസിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ടോട്ടൽ ഏരിയ നശിച്ചു പോകും. ഫുള്ളി ഏരിയ മൊത്തം എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയയെ കൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല. ഇറ്റ് വിൽ ടേൺ ഇൻ ടു എ ബാരൻ ലാൻഡ്.
നെക്സ്റ്റ് അഗ്ലിനെസ്. നേരത്തെ പറഞ്ഞു നമ്മൾ കൂന കൂട്ടി ഓരോ വേസ്റ്റ് ഇങ്ങനെ വെക്കുക, വേസ്റ്റ് ഡംസ് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയുടെ എസ്തറ്റിക് ബ്യൂട്ടി തന്നെ നശിച്ചു പോകുന്നു. നെക്സ്റ്റ് ഹെൽത്ത് ആൻഡ് ആക്സിഡൻ്റൽ ഹസാർഡ്സ്. ഇങ്ങനെ മൈൻഡ് ചെയ്യുമ്പോഴേക്ക് കുറേ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു, കുറേ എലമെൻറ്റ്സ് നമുക്ക് നല്ലതും കുറേ എലമെൻറ്റ്സ് നമുക്ക് ചീത്തയാണ്. വാട്ടർ പൊല്യൂഷനിൽ മിന്നമാറ്റ ഡിസീസ്, അങ്ങനെ ഡിസീസസ് ഒക്കെ ഇല്ലേ. അതേപോലെ ഇപ്പോൾ ആസ്പെറ്റോസിൻ്റെ മൈൻഡ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ആസ്പെറ്റോസ് എന്ന് പറഞ്ഞൊരു സാധനം കേട്ടില്ലേ, നമ്മൾ ഷീറ്റ് നമ്മൾ നോർമലി പറയുന്നത് ആ ഒരു സാധനം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുറേ പൊടി പോലത്തെ സാധനം ഉണ്ടാവും. ഈ പൊടികളൊക്കെ നമുക്ക് ഇൻഹെയിൽ ചെയ്താൽ വി വിൽ ലീഡ് ടു സം ആസ്മ പോലത്തെ ബ്രീത്തിങ് പ്രോബ്ലംസ് ഒക്കെ ആൾക്കാർക്ക് ഉണ്ടാവും. അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും ഉണ്ടാവുന്നതാണ് ഇങ്ങനത്തെ ബ്രീത്തിങ് പ്രോബ്ലംസ്. സിമിലർലി ദ പേഴ്സൺസ് ലിവിങ് നിയർ ടു ദാറ്റ് ഏരിയ, ഈ മൈനിങ് ചെയ്യുന്ന ഏരിയയ്ക്ക് ചുറ്റുമുള്ള ആൾക്കാർക്കും ബ്രീത്തിങ് പ്രോബ്ലംസ് കൂടുതലാണ്. ദിസ് ഈസ് വൺ ഓഫ് ദ അതർ കേസ്, ഹെൽത്ത് ആൻഡ് ആക്സിഡൻ്റൽ ഹസാർഡ്സ്. അതേപോലെ ആക്സിഡൻ്റൽ ഹസാർഡ്സ് ഉണ്ടാവും. മൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഒരാൾ വീണ് മരിച്ചു, അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി. വി ഹാവ് ഹേർഡ് മെനി ന്യൂസ് ലൈക്ക് ദാറ്റ്. ദീസ് ആർ ദി ഹെൽത്ത് ആൻഡ് ആക്സിഡൻ്റൽ ഹസാർഡ്സ്. Next one, accident, the same one that I was discussed. Next, all quarries and open cast pits may be dangerous. ക്വറീസ് കണ്ടിട്ടില്ലേ, ക്വാറി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് അങ്ങനത്തെ കുറേ ക്വാറികൾ, പഴയ ക്വാറികൾ, അതേപോലെ ഓപ്പൺ കാസ്പിറ്റ്സ്, ഓപ്പൺ ആയിട്ടുള്ള മൈൻസ് ഒക്കെ ഉണ്ടാവും. അതെല്ലാം എപ്പോഴും ഡേഞ്ചറസ് ആണ്. ആൾക്കാർ അതിൽ പോയി പണിയെടുത്തിട്ട് കുറേ പേർ മരിച്ചതായിട്ട് നമ്മൾ പല ന്യൂസുകളും കേട്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ അതർ എഫക്ട്സ് ഓഫ് ഡീലറിക്ഷൻ. ദെൻ പെർമനൻറ്റ് ഡാമേജ് ടു ദ ലാൻഡ്സ്കേപ്പിൻ്റെ പെർമനൻറ്റ് ഡാമേജ്, ഫുള്ളി എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ലാൻഡിന് പിന്നെ ഒരു യൂസും ഇല്ലാതാകും. സോ ദാറ്റ് ഈസ് ദ പെർമനൻറ്റ് ഡാമേജ് ടു ലാൻഡ്സ്കേപ്പ്. So we have discussed the environmental effects of mineral extraction and also the term dereliction and its effect. Now our sessions are complete. That is about the mineral extraction we have completed. Mineral resources complete ആയി. Then we have completed water resources too. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് ഫുഡ് റിസോഴ്സസ് ആണ്. വാട്ട് ഈസ് ഫുഡ് റിസോഴ്സ്? നമുക്കറിയാം ഫുഡ് റിസോഴ്സ് എന്തൊക്കെയാണ്. മേജർ സോഴ്സ് ഓഫ് ഫുഡ് ഫോർ ഹ്യൂമൻ ആർ ദി ക്രോപ്പ് ലാൻഡ്സ്, rangelands and fisheries. Cropland means bulk amount of food for human. ക്രോപ്പിലൂടെയാണ് നമുക്ക് ബൾക്ക് എമൗണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു നോൺ വെജ് ആൾക്കാരാണെങ്കിൽ കൂടുതൽ കുറേ പച്ചക്കറിയൊക്കെ കഴിക്കുന്നില്ലേ, ദാറ്റ് ഈസ് റിലേറ്റഡ്. പച്ചക്കറി അല്ലെങ്കിലും ചോറ്, പയർ, പരിപ്പ്, അങ്ങനത്തെ പല സാധനങ്ങളൊക്കെ. ദീസ് ഓൾ ആർ ദ പ്രൊഡക്ട്സ് ഓഫ് സം ക്രോപ്സ്. സോ ഇറ്റ് ഈസ് ദ ബൾക്ക് എമൗണ്ട് ഓഫ് ഫുഡ് ഫോർ ആനിമൽസ്. ക്രോപ്ലാൻഡ്, ദാറ്റ് ഈസ് ഫസ്റ്റ് സോഴ്സ്. Thousands of edible plants in earth, solely 4 essential crops: potato, rice, wheat and corn account for many of the caloric consumption of human beings. Mainly 4 essential crops ആണ് നമുക്കുള്ളത്. പൊട്ടറ്റോ, റൈസ്, വീറ്റ്, കോൺ. വി ഓൾ യൂസ് റൈസ്, വീറ്റ്, പൊട്ടറ്റോ. നമ്മളുടെ ഒരു നോർമലി ഇന്ത്യൻസിൻ്റെ ഒരു മെയിൻ ഫുഡായിരിക്കും. അത് നോർത്ത് ഇന്ത്യൻസിനാണ് കൂടുതൽ കോണിൻ്റെ യൂസും ഒക്കെ വരുന്നത്. സൗത്ത് ഇന്ത്യയിൽ പൊട്ടറ്റോ, റൈസ്, വീറ്റ് വിൽ ബി കോമൺ. And these account for the caloric consumption of human beings. Few animals raised for milk, meat and eggs. For example, poultry, cattle and pigs are as well the croplands are fed grain. നമ്മൾ ചില ഫ്യൂ ആനിമൽസിന് കൂടെ നമുക്ക് പാലിന് വേണ്ടി, മീറ്റിന് വേണ്ടി, എഗ്ഗിന് വേണ്ടി വെച്ചാൽ ആനിമൽസിന് പോലും നമ്മൾ ഈ ക്രോപ്സ് കൊടുത്തിട്ടാണ്, ഈ എസെൻഷ്യൽ ക്രോപ്സ് കൊടുത്തിട്ടാണ് വളർത്തിയെടുക്കുന്നത്. ദേ ആർ ഫെഡ് വിത്ത് ദീസ് croplands. And the second source is rangeland. Provide a different source of milk and meat from animal grazing. റേഞ്ച് ലാൻഡ്സിൽ നിന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഗോട്ട്, ക്യാറ്റ് ആൻഡ് ഷിപ്പാണ്. അവരിൽ നിന്ന് നമ്മൾ എന്തൊക്കെ എടുക്കാം? മീറ്റ്, മിൽക്ക് ആൻഡ് ഗോട്ട്, കാറ്റിൽ, ഷീപ്പിൽ നിന്നൊക്കെ നമുക്ക് വേറെയും പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്, വൂൾ. അങ്ങനെയുള്ള പ്രൊഡക്ട്സുകളൊക്കെ നമ്മൾ ആനിമൽസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ റേഞ്ച് ലാൻഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഇസ് ഫിഷറീസ്. ഇറ്റ് പ്രൊവൈഡ്സ് ഫിഷ് which are a major source of animal protein in the earth, particularly in coastal areas and Asia. നമുക്കറിയാം ഏഷ്യയിൽ അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയാസിൽ ഫിഷിൻ്റെ അവൈലബിലിറ്റി കൂടുതലായിരിക്കും. ആൻഡ് ദ പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ ദീസ് ഫിഷ് റിസോഴ്സസ് ഫോർ മോർ ഇൻ കോസ്റ്റൽ ഏരിയാസിലായിരിക്കും കൂടുതൽ ആൾക്കാർ മീനൊക്കെ യൂസ് ചെയ്യുന്നത്. ഐ ആം ഫ്രം ആലപ്പി, ഞങ്ങളുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ കോസ്റ്റൽ ഏരിയ ആണ്. സോ വി വിൽ ബി മോർ ഇൻട്രസ്റ്റഡ് ഇൻ ഫീഡിങ് ഫിഷ് ആൻഡ് ഇറ്റ് ഇസ് ടു കോമൺ ഇൻ അവർ ഏരിയസ് ടു. ഇതാണ് തേർഡ് സോഴ്സ്. ആസ് പീപ്പിൾ ബിക്കം മോർ അഫ്ലുവൻറ്റ് ദേ ഇൻക്ലൈൻ ടു കൺസ്യൂം മോർ ചീസ്, മിൽക്ക്, മീറ്റ് ആൻഡ് എഗ്സ്. ഈ മിൽക്ക് പ്രോഡക്ട്സ് പോലെ തന്നെ ഫിഷറീസ് പോലെ തന്നെ വി ഓൾസോ ഗെറ്റ് കൺസ്യൂം ചീസ്, മിൽക്ക്, മീറ്റ് ആൻഡ് എഗ്സ് ടു. ഇതൊക്കെയാണ് ഫിഷറീസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ മെയിൻലി നമുക്ക് പറയാം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ക്രോപ്പ് ലാൻഡ്സ്,
റേഞ്ച് ലാൻഡ്സ് ആൻഡ് ഫിഷറീസ് ആയിട്ടാണ് നമ്മുടെ ഫുഡ് റിസോഴ്സിനെ. നൗ വി ആർ ഡിസ്കസിങ് വാട്ട് ആർ ദ വേൾഡ് ഫുഡ് പ്രോബ്ലംസ്. വേൾഡിൽ എന്തൊക്കെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഫുഡ് പ്രോബ്ലംസ് ഇഫ് യു ആർ സീയിങ് ഒരു കലാമിറ്റി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിസീസ് ഉണ്ടാകുമ്പോഴേക്ക് ഫുഡ് റിസോഴ്സിൻ്റെ കമ്മി നമ്മൾ കുറേ കാണാറുണ്ട്. ഫുഡ് റിസോഴ്സസ് ആർ ഗെറ്റിംഗ് സ്കേഴ്സ് ഇൻ ആ കൺട്രി. നോട്ട് ഓൺലി ഇൻ ആ കൺട്രി, കുറേ കൺട്രികളിൽ ദ പീപ്പിൾ ആർ സഫറിങ് ഫ്രം ഫുഡ് റിലേറ്റഡ് പ്രോബ്ലംസ്. നമുക്കറിയാം സൊമാലിയ എന്ന് പറഞ്ഞൊരു കൺട്രി. ആ കൺട്രി എന്ന് പറഞ്ഞാൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രികളിൽ പെടുന്ന ഒരു കൺട്രിയാണ്. അവേഴ്സ് ഇസ് എ ഡെവലപ്പിംഗ് കൺട്രി. നമുക്ക് ഒരുവിധം റിസോഴ്സൊക്കെ ഉണ്ട്. ആൻഡ് ഇഫ് യു ആർ മൂവിങ് ടു ഡെവലപ്ഡ് കൺട്രി ആൻഡ് US അതേപോലെ UK അതെല്ലാം എന്ന് പറഞ്ഞാൽ ഡെവലപ്ഡ് കൺട്രീസാണ്. ബട്ട് സൊമാലിയ ഇസ് എ അണ്ടർ ഡെവലപ്ഡ് കൺട്രി. അങ്ങനെയുള്ള കൺട്രികളിൽ പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ കലാമിറ്റീസ് വരുമ്പോൾ, ഒരു ഡിസീസ് പാൻഡമിക് വരുമ്പോൾ, ഇപ്പോൾ കൊറോണ ഈസ് എ പാൻഡമിക് ഡിസീസ്, അതൊരു പടർച്ചവ്യാധി പോലെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഡിസീസാണ്. ഇങ്ങനെയുള്ള കേസുകളിൽ കൺട്രീസ് ലൈക്ക് സൊമാലിയ വിൽ ബി എഫക്റ്റഡ് ദ മൂവ്. അവിടെ ഫുഡ് റിസോഴ്സിൻ്റെ കുറവുകളുണ്ടാവും. സോ ദേ മേ ഹാവ് സം അസിസ്റ്റൻസ്, ദേ മേ റിക്വയർ സം അസിസ്റ്റൻസ് ഫ്രം ആർ കൺട്രീസ്. ആൻഡ് ദീസ് ഓൾ ആർ ഡിസ്കസ്ഡ് ഇൻ വേൾഡ് food problems. First, we can discuss what is FAO. I didn't get my FAO. It is Food and Agriculture Organization. They are the organization which deals with what are the world food problems, how should it be managed. They make estimates of the food problems in all countries. അങ്ങനെയുള്ള എല്ലാ ഡിസിഷൻ എടുക്കുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊരു എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. അവരുടെ ഒരു എസ്റ്റിമേറ്റിൻ്റെ ഒരു ഡീറ്റെയിൽസാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് 840 million people are hungry in our വേൾഡിൽ 840 million peoples are facing the problem of hungry. അവർ ഹംഗ്രിയാണ്, അവർ പോവർട്ടി സ്ട്രിവൻ ആയിട്ടുള്ള ഇത്രയും ആൾക്കാരുണ്ടെന്നാണ് FAOയുടെ റിപ്പോർട്ട്. സിമിലർലി 800 million people are underdeveloped countries. That is, underdeveloped countries നിന്നാണ് 800 million പീപ്പിളും ഉള്ളത്. അണ്ടർഡെവലപ്ഡ്, ഞാൻ സൊമാലിയ പറഞ്ഞ പോലെ കുറേ ആഫ്രിക്കൻ കൺട്രീസ് ഉണ്ട്. ആൻഡ് മെനി അതർ കൺട്രീസ് ആർ ഓൾസോ ദെയർ ഇൻ ദീസ് അണ്ടർഡെവലപ്ഡ് കൺട്രീസ്. തേർഡ്, ഇൻ ഇന്ത്യ. ഇനി നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ 300 million people are food insecure and poverty suffering. നമ്മുടെ ഇന്ത്യയിൽ തന്നെ 300 million പീപ്പിൾ ഉണ്ട് ഫുഡ് ഇൻസെക്യൂരിറ്റി ആൻഡ് പോവർട്ടി സ്ട്രിവൺ ആയിട്ടുള്ള ആൾക്കാർ. These are the estimates of the Food and Agriculture Organization. So, moving on to the world food problems, we can know poverty-striven countries, world food problems will be the more. നല്ല ഇൻകം ഒന്നും ഇല്ലാത്ത അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ പോവർട്ടി സ്ട്രിവൻ കൺട്രീസ് എന്നാണ് അവരെ പറയുന്നത്. ദേ വിൽ ഫേസ് ദ പ്രോബ്ലം ഓഫ് ഫുഡ് സ്കാർസിറ്റി ഓൾ റൗണ്ട് ദ വേൾഡ്. നെക്സ്റ്റ്, മിനിമം കലോറി കൺസപ്ഷൻ പെർ ഡേ. ഇങ്ങനെയുള്ള പോവർട്ടി സ്ട്രിവൻ ആയിട്ടുള്ള കൺട്രികളിൽ നമുക്ക് മിനിമം കലോറി കൺസപ്ഷൻ ആയിരിക്കും നടക്കുന്നത്. അവർക്ക് വേണ്ടത്ര കലോറിക്സ് ഒരാൾക്കോ ഒരു കൺട്രിയിലെ ആൾക്കാർക്കോ കിട്ടുന്നതല്ല. ദേ വിൽ ബി ഫീഡിങ് ഓൺ ലോ കലോറി കൺസപ്ഷൻ. ഇൻഅഡ്വക്കേറ്റ് പർച്ചേസിങ് പവർ. ഇങ്ങനെ കൺസ്യൂം ചെയ്യാനുള്ള കാരണം എന്താ? അവർക്ക് വേണ്ടത്ര അവർക്ക് വാങ്ങാനുള്ള കഴിവില്ലാത്തതുകൊണ്ട്. സോ ഇറ്റ് ഈസ് ഡ്യൂ ടു ഇൻഅഡ്വക്കേറ്റ് പർച്ചേസിങ് പവർ. ആൻഡ് വൺ അതർ കേസ് ഇസ് ഇൻഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. എല്ലാ ആൾക്കാർക്കും, ഈ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലുള്ള ആൾക്കാർക്ക് ഇൻകം ലെവൽ വളരെ കുറവായിരിക്കും. ദേ വിൽ ബി ഗെറ്റിംഗ് മിനിമം വേജസ് ഫോർ ദിയർ വർക്കിന് അവർക്ക് വേജ് കുറയുമ്പോൾ ഇറ്റ് വിൽ ലീഡ് ടു lower purchasing power and it will lead to lower calorie consumption and it will lead to poverty stricken condition in those people. Now, ഈ വേൾഡ് ഫുഡ് പ്രോബ്ലംസിനെ നമുക്ക് രണ്ട് രീതിയിലുള്ള പറയാം. ദാറ്റ് ഈസ് അണ്ടർ നറിഷ്മെൻറ്റും മാൽ നറിഷ്മെൻറ്റ്. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് വേൾഡ് ഫുഡ് പ്രോബ്ലംസിനെ ഡിസ്കസ് ചെയ്യാം. ഇറ്റ് വിൽ ബി ഡിസ്കസ് ഇൻ ദ ഫോളോയിങ് സ്ലൈഡ്. അണ്ടർ നറിഷ്മെൻറ്റ്, FAO, ദാറ്റ് ഇസ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ പറയുന്നത് മിനിമം കലോറി ഇൻടേക്ക്, മിനിമം ഡെയിലി കലോറി ഇൻടേക്ക് 2500 കലോറീസ് പെർ ഡേ ആയിരിക്കണം എന്നാണ് FAO പറയുന്നത്. ബട്ട് ഈ അണ്ടർ നറിഷ്മെൻറ്റ് സംഭവിക്കുന്നത് ലാക്ക് ഓഫ് സഫിഷ്യൻറ്റ് കലോറി ഇൻ അവൈലബിൾ ഫുഡിൽ അവർക്ക് കുറച്ച് ഫുഡേ അവൈലബിൾ ഉണ്ടായിരിക്കുള്ളൂ. അതിൽ സഫിഷ്യൻറ്റ് കാലോറീസിൻ്റെ ലാക്കും ഉണ്ടായിരിക്കും. സഫിഷ്യൻറ്റ് കലോറീസ് അതിനകത്ത് ഉണ്ടാവില്ല. ആൻഡ് ദി അണ്ടർ നറിഷ്മെൻറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഓർ ദോസ് പീപ്പിൾ receive only less than 90% of their minimum daily calorie intake requirement.
എത്രയാണ് ഇപ്പോൾ നമ്മൾ മിനിമം എത്രയാണ് പറഞ്ഞത്, ഡെയിലി കലോറി 2500. അതിൻ്റെ ഒരു 90% കിട്ടി, 90%ലും കുറവ് കിട്ടുന്ന ആൾക്കാരെ നമുക്ക് അണ്ടർ നറിഷ്മെൻറ്റ് എന്ന കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും. 2500 90%ൽ താഴെ നമ്മൾക്ക് കൺസെപ്ഷൻ ഉള്ളൂ എങ്കിൽ they will be considered to be the undernourished society. And lack of energy making more susceptible to disease. ഇങ്ങനെയുള്ള undernourished ആയിട്ടുള്ള ആൾക്കാർക്ക് or the people belonging to those countries, they will lack the energy to fight against the disease. എന്തെങ്കിലും ഒരു പാൻഡമിക് വന്നാൽ they will be susceptible to them. susceptible എന്ന് വെച്ചാൽ അവരതിന് കീഴടങ്ങേണ്ടി വരും, അവർക്ക് അസുഖം ഉണ്ടാവും. But if we are having energy, that is we are having health and having a calorie consumption of about 2500 calories per day, we will not get susceptible to disease and we will be resistant to the disease. നമ്മൾ അതിനെ അടിച്ച് നിൽക്കും. ഇൻ കേസ് ഓഫ് കൊറോണ തന്നെ ഒരു ഒട്ടും ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരെയല്ല കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്, കൂടുതൽ അൺഹെൽത്തി ആൾക്കാരെ എഫക്റ്റ് ചെയ്യും. they will not be able to resist the virus and they will get disease and it will be fatal to them. So this is what is discussed in undernourishment. Now malnourishment, lack of specific components of food such as protein, vitamins or essential chemical elements. നേരത്തെ പറഞ്ഞത് നമ്മൾ കലോറി കൺസപ്ഷൻ ഇത്രയായിരുന്നു, ഇതിൽ കുറവ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർക്ക് അവരെ നമുക്ക് അണ്ടർ നറിഷ്മെൻ്റ് എന്ന് പറയും. പക്ഷേ ഈ കൺസ്യൂം ചെയ്യുന്ന പ്രൊഡക്ട്സിൽ പ്രോട്ടീൻ, വൈറ്റമിൻ, എസെൻഷ്യൽ കെമിക്കൽ എലമെൻറ്റ്സിൻ്റെ ഡിക്രീസ് ഉണ്ട് ഓർ റെഡ്യൂസ് ലെവലിലാണ് അവർ കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ ദേ ക്യാൻ ബി കോൾഡ് ആസ് മാൽ ന്യൂട്രീഷ്ഡ് പീപ്പിൾ. ലോങ് ടേം ആൻഡ് ഡേഞ്ചറസ് ആണ് ഇത്. എപ്പോഴും മാൽ ന്യൂട്രീഷൻ കാരണം കുറേ ഡിസീസസ് ഉണ്ടാവും ആൻഡ് ഇറ്റ് വിൽ ബി പ്രൊലോങ്ങിങ് ടു ദ അവരുടെ ലൈഫ് എൻഡ് വരെ നിങ്ങൾ പ്രൊലോങ് ചെയ്ത് നിൽക്കും. ഒരു എലമെൻറ്റിന് അല്ലെങ്കിൽ ഒരു വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി അതെല്ലാം പ്രൊലോങ്ഡ് ആയിരിക്കും ആൻഡ് ഇറ്റ് വിൽ ബി ഡേഞ്ചറസ് ടു. നമ്മൾ കേൾക്കാറുണ്ട് അയൺ ഡെഫിഷ്യൻസി ഉണ്ട്, അതുകൊണ്ട് ടേക്ക് അയൺ ടാബ്ലറ്റ്സ് ഓർ ഹാവ് സം അയൺ റിലേറ്റഡ് ഫുഡ്സ് അങ്ങനെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. ബിക്കോസ് അതെന്താ അങ്ങനെ പറയാൻ കാരണം, ബിക്കോസ് ഇറ്റ് ഈസ് ലോങ് ടേം, നമുക്കത് നീണ്ടു നിൽക്കും, അതേപോലെ ഡേഞ്ചറസ് ആണ്. ദാറ്റ് ഈസ് വൈ വി ആർ റെക്കമെൻഡഡ് ടു ടേക്ക് മെഡിസിൻ ഇൻസ്റ്റെഡ് ഓഫ് ഫുഡ് ടു. സംടൈംസ് ഫുഡ് കാൺ കോമ്പൻസേറ്റ് ദ ലോസ്. സോ നമ്മൾ മെഡിസിൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. മെഡിസിൻ തരും നമുക്ക് ഡോക്ടേഴ്സ്, അയൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളത് അയൺ ടാബ്ലറ്റ്സ് കൊടുക്കും, അയൺ സിറപ്പ് കൊടുക്കും, അങ്ങനെ. ദിസ് ഈസ് വാട്ട് ഈസ് ഡിസ്കസ്. ദെൻ ലെസ് പ്രൊഡക്റ്റീവ് ദൻ നോർമൽ. നോർമലി ഒരു ആൾക്കാർ അല്ലെങ്കിൽ എത്ര പ്രൊഡക്റ്റീവാണ് അതിനേക്കാളും കുറഞ്ഞു പോകും ഇങ്ങനെ മാൽ ന്യൂട്രീഷ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. മെയിൻലി ദിസ് ഇസ് സീൻ ഇൻ ചിൽഡ്രനിലാണ് മാൽ ന്യൂട്രീഷൻ ചിൽഡ്രൻ എന്ന് പറയുന്നത്. അണ്ടർ ന്യൂട്രീഷ്ഡ് എന്ന് പറയുന്നത് ഒട്ടും പുവറർ കൺട്രികളിലായിരിക്കും. പക്ഷേ മാൽ ന്യൂട്രീഷൻ അങ്ങനെ കൺട്രി ബേസ്ഡ് ഒന്നുമല്ല. ആൾക്കാർ കൺസ്യൂം ചെയ്യുന്ന പ്രൊഡക്റ്റിൽ പ്രോട്ടീൻ ഇല്ല, കാർബോഹൈഡ്രേറ്റ് ഇല്ല, വൈറ്റമിൻ ഇല്ലെങ്കിൽ ദേ വിൽ ബി മാൽ ന്യൂട്രീഷൻ. ഇറ്റ് ഡസൻറ്റ് ഡിപ്പെൻഡ് ഓൺ ദ കൺട്രി or the availability of food. They are not having those essential ones. This will lead to malnutrition in people. Permanent brain damage and disease like anemia goiter. Anemia goiter എന്ന് പറയാൻ ഉള്ള ഡിസീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അനീമിയ is due to iron deficiency and goiter is due to iodine deficiency. ഈ രണ്ട് ഡിസീസ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇത് ഇങ്ങനെയുള്ള അസുഖങ്ങൾ കാരണം നമുക്ക് പെർമനൻറ്റ് ചിലപ്പോൾ ബ്രെയിൻ ഡാമേജ് വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദിസ് ഇസ് വാട്ട് ഇസ് ഡിസ്കസ്ഡ് ഇൻ ദി 2 types of world food problems, that are undernourishment and malnourishment. Now moving to the next slide, overnutrition. ഇപ്പോൾ നമ്മൾ 2 കുഴപ്പങ്ങൾ പറഞ്ഞു. രണ്ട് മെയിൻ കുഴപ്പങ്ങളാണ് അണ്ടർ നറിഷ്മെൻറ്റും മാൽ നറിഷ്മെൻറ്റും. ഇനി വേറെ ഇതേപോലെ ന്യൂട്രീഷൻ പിന്നെ ഒരു ലെവലും കൂടിയുണ്ട്, ഓവർ ന്യൂട്രീഷൻ. കൂടുതലാണെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ആ കൺസെപ്റ്റിൽ. സോ മോസ്റ്റ് കോമൺ ഡയറ്ററി പ്രോബ്ലമാണ് ഓവർ ന്യൂട്രീഷൻ. നമുക്ക് വേണ്ടതിലും കൂടുതൽ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നതും ശരിക്കും ദോഷമാണ്. ഇറ്റ് ഷുഡ് ബി ഇൻ എ ബാലൻസ് നേച്ചർ. ഇപ്പോൾ കൂടുതലാണെങ്കിൽ ഉണ്ടാകുന്നത് എന്താ, ഓവർ വെയ്റ്റ് ഉണ്ടാവും, ബ്ലഡ് പ്രഷർ കൂടും, ഹൈ ബ്ലഡ് പ്രഷർ ആയിരിക്കും ആൾക്കാർക്ക്, ഹാർട്ട് അറ്റാക്സ് ഉണ്ടാക്കും, കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ് ഉണ്ടാക്കും, ശ്വാസം മുട്ടൽ, ഹാർട്ട് പ്രോബ്ലം, കൊളസ്ട്രോൾ, ഓവർ വെയ്റ്റ്, BP, അങ്ങനെ പറഞ്ഞ പല അസുഖങ്ങളുണ്ട്. ദീസ് ആർ ഡ്യൂ ടു ഓവർ ന്യൂട്രീഷൻ. Now moving to the next one, the balanced varied diet. Word itself we can understand what is balanced and varied diet. നമുക്ക് വേണ്ടത് എപ്പോഴും ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. എല്ലാ എലമെൻസും കൂടി ചേർന്ന് ഒരു കോംബോ. ഇറ്റ് വോണ്ട് കോസ് എനി ഡിസീസ് ഓർ എനി മാൽന്യൂട്രീഷൻ ഓർ എനി അണ്ടർ ന്യൂട്രീഷൻ ഫോർ ദ പീപ്പിൾ. അങ്ങനെയുള്ളൊരു കണ്ടീഷനെയാണ്, ഓർ ഈവൻ നോട്ട് ഓവർ ന്യൂട്രീഷൻ ഒന്നുമല്ലാതെ ബാലൻസ് ആയിട്ട് വേണം നമ്മൾ ശരിക്കും ഡയറ്റ് ചെയ്യാൻ. ആൻഡ് ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് പ്ലെൻറ്റി ഓഫ് ഫുഡ് ഗ്രെയിൻസ്,
fruits and vegetables. That is a very varied ഫുഡ് സ്റ്റഫിനെ ആയിരിക്കണം ഒരാളുടെ കൺസെപ്ഷൻ, ഒരു ഡെയിലി കൺസെപ്ഷനിൽ ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ ഹീ വിൽ ഹാവ് എ ബാലൻസ്ഡ് ആൻഡ് വെരി ഡയറ്റ് ആൻഡ് ഇറ്റ് വിൽ നോട്ട് കോസ് എനി ഡിസീസസ് റിലേറ്റഡ് ടു ദ ഫുഡ് ഡെഫിഷ്യൻസി or food overusage. Okay, these are what is discussed in the word food problem. So what are the undernourishment, malnourishment, now overnutrition and balance. This is what required balanced and varied diet. And what are the estimate of the FAO, and also what are the causes of this problems. എന്തുകൊണ്ടാണ് uneven distribution of income, purchasing power അങ്ങനെ കുറയുന്നു, calorie consumption കുറയുന്നു, and it will lead to poverty in the people and also lesser development in the country too. So moving to the what are the sources of food. പല രീതിയിലുള്ള ഫുഡ് റിസോഴ്സസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യാം. Now we are moving to what are the sources of food. What are they? First one, almost same to that slide, that is land-based agriculture of crops. Land-based agriculture, കൃഷി, മണ്ണിലുള്ള കൃഷി. ഇറ്റ് ഇൻക്ലൂഡ്സ് വീറ്റ്, റൈസ്, ബനാനാസ്, കോക്കനട്ട്, പൊട്ടറ്റോ, ഓയിൽ, ഫൈബർ, അങ്ങനെ പല പല കാറ്റഗറിയിൽ നമുക്ക് ലാൻഡ് ബേസ്ഡ് അഗ്രികൾച്ചർ ക്രോപ്സിനെ ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് വൺ ലൈഫ് സ്റ്റോക്ക്. ലൈഫ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ എന്താ? കാറ്റിൽ, ഷീപ്പ്, ഇതെല്ലാം ലൈഫ് സ്റ്റോക്കിൽ പെടും. വി എക്സ്ട്രാക്ട് വോട്ടൽ ഫ്രം ദം. വൂൾ എടുക്കാം, മിൽക്ക് എടുക്കാം, മീറ്റ് എടുക്കാം, അങ്ങനെ പല രീതിയിലുള്ള റിസോഴ്സസ്. തേർഡ് വൺ ഓഷ്യൻ ആൻഡ് ഫ്രഷ് വാട്ടർ. ഫിഷ് ആൻഡ് സീ ഫുഡ്സ്, ഹൈ പ്രോട്ടീനീഷ്യസ് സാധനങ്ങളാണ് ഫിഷ് ആൻഡ് സീ ഫുഡ്സ്. ഇറ്റ് ഇസ് ഡിസ്കസ് ഇൻ ഓഷ്യൻ ആൻഡ് ഫ്രഷ് വാട്ടർ. അപ്പം 3 ടൈപ്പ് റിസോഴ്സ് പറയും. ലാൻഡ് റിസോഴ്സ് അത് ക്രോപ്സിൽ വരും. പിന്നെ ലൈഫ് സ്റ്റോക്ക്, ഇറ്റ് റിലേറ്റഡ് ടു ദ കാറ്റിൽ ആൻഡ് ഷീപ്പ്. ആൻഡ് ദ തേർഡ് വൺ ഓഷ്യൻ ആൻഡ് fresh water, which includes the fish, seafoods, protein and. So today we have discussed some of the topics starting from environmental effects of mineral extraction. Environmental effects of mineral extraction നമ്മൾ ഡിസ്കസ് ചെയ്തു. Later we have discussed what is dereliction and also the effects of dereliction, and later what are the food resources and what are the types of food resources, then what is the world food problems, which includes undernourishment, malnourishment, then overnutrition and also the balance and varied diet, and also discuss the sources of food. So that's all for today's, and if you have any doubts, do message me. എനിക്ക് personally message അയച്ചാൽ മതി. I can give more clarification if you have any doubts. So I'm ending my section and thank you.